സമീക്ഷ 1986 ആരംഭിച്ചുവെങ്കിൽ ജീവിക മൈഗ്രൻ്റ് വർക്കേഴ്സ് മൂവ്മെൻറ്റ് എന്ന ഈ സ്ഥാപനം 2011 സ്ഥാപിക്കപ്പെടുന്നത്. ഇവിടെ ഈ സ്ഥാപനത്തോടനുബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നത് റീജിയണൽ തിയോളജി സെൻ്റർ ആയിരുന്നു. അത് ഇവിടുന്ന് മാറ്റപ്പെട്ടപ്പോൾ ആ സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള, അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ജീവിക ഇവിടെ ഉടലെടുത്തത്. അതിനുണ്ടായ പ്രത്യേകമായ സാഹചര്യം, കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പേര് ജോലിക്ക് വേണ്ടി എത്തിച്ചേരുമ്പോൾ അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും അവർക്ക് വേണ്ടി സേവനം കാഴ്ചവെക്കുവാനും ആരെങ്കിലും ഇവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടെ ഞങ്ങളുടെ ഈശോ സഭ കേരള പ്രവിശ്യയിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് ആലോചനയുണ്ടായി. അപ്രകാരമാണ് കൽക്കട്ടയിലെ ഈശോ സഭ പ്രവിശ്യയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നിന്നുള്ള ഒരു ഈശോ സഭാ വൈദികനെ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ലഭിക്കുകയും തുടർന്ന് ഈ പ്രവർത്തനം കാലടിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. ആദ്യം ഇത് ആരംഭ കാലഘട്ടത്തിൽ ഇതിൻ്റെ നേതൃത്വം നൽകിയിരുന്നത് ഫാദർ ജെയിംസ് മൊറായ്സ് ആണ്. തുടർന്നാണ് ഫാദർ മാർട്ടിൻ പുതുശ്ശേരി ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം കൽക്കട്ട പ്രൊവിൻസിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ബംഗാളി, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലെല്ലാം നല്ല പ്രാവീണ്യം ഉണ്ടായതുകൊണ്ട് തന്നെ അതിഥി തൊഴിലാളികളുമായിട്ട് ഇടപഴകുവാൻ സാധിക്കുന്നൊരു വ്യക്തി കൂടെയായിരുന്നു. അദ്ദേഹം MSW പഠിച്ച വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന് ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള അതിഥി തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും കേരളത്തിലെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ആദ്യ സംരംഭകരെന്ന നിലയിൽ, ഈ മേഖലയിലെ ആദ്യ സംരംഭകരെന്ന നിലയിൽ ഈശോ സഭക്കാർ നിലകൊള്ളുകയും ചെയ്തു. ഈശോ സഭയുടെ ഈ സ്ഥാപനം 2011 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ വർഷങ്ങൾ ഇവിടെ സേവനമനുഷ്ഠിച്ചതിന് ശേഷം മാർട്ടിൻ അച്ഛൻ ഇവിടുന്ന് മാറിപ്പോയി. തുടർന്ന് വന്നത് ഫാദർ സാബു മലയിൽ SJ. അദ്ദേഹവും ഹിന്ദിയും അങ്ങനെയുള്ള ഭാഷകളെല്ലാം പ്രാവീണ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. കേരള പ്രൊവിൻസിലെ അംഗം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർപാടിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നത്. തുടർന്ന് കുറച്ച് കാലഘട്ടത്തേക്ക് സേവ്യർ അച്ഛൻ ഇതിൻ്റെ ഡയറക്ടറായിട്ട് വന്നു. പിന്നീട് ഷിന്നച്ചൻ ഇതിൻ്റെ ഡയറക്ടറായിട്ട് വന്നു. ഷിന്നച്ചന് പെട്ടെന്ന് ഡൽഹിയിലേക്ക് മെയിൻ എന്നുള്ള സ്ഥാപനത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പോകേണ്ടി വന്നതിനാൽ പെട്ടെന്നാണ് എന്നെ ഡയറക്ടറായിട്ട് നിയോഗിക്കുന്നത്. അങ്ങനെ 2023 മുതൽ ഇതിൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിച്ചു വരുന്നു. അതിഥി തൊഴിലാളികൾക്കിടയിലുള്ള ജീവിക മൈഗ്രൻ്റ് വർക്കേഴ്സ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നതാണ്. അവർക്കിടയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുക എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന്. ഒരുപക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർ ജോലി ചെയ്യുന്നു, രാവിലെ വൈകുന്നേരമൊക്കെ റോഡിൽ അവർ തടിച്ചു കൂടുന്നു, മൊബൈൽ നോക്കി അവർ വാർത്തകളും മറ്റുള്ളതൊക്കെ കാണുന്നു. ഇത്തരത്തിലുള്ള ബാഹ്യമായ കാഴ്ചകൾ പലപ്പോഴും നമുക്ക് തോന്നും അവരൊക്കെ വളരെ സംതൃപ്തരാണ്, അവർക്ക് ഒന്നിനും ഒരു കുറവില്ല, ജോലി ചെയ്യുന്നു,
അവർക്ക് കൂലി കിട്ടുന്നു, അവർ ആ പൈസ മുഴുവനും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ധാരണകൾ. എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമാണ്. ഇവിടെ ജോലിക്കായി വരുന്നത് എന്തുകൊണ്ട് എന്നും ഇവിടെ ജോലി ചെയ്യാനായിട്ട് എത്തിച്ചേരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നും ആ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അവരുടെ മാനസികവും ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികളും എന്നൊക്കെ നമ്മൾ അവരടുത്ത ഇടപഴകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഒത്തിരിയേറെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ പണിസ്ഥലങ്ങളിൽ വേണ്ടത്ര സുരക്ഷിതത്വമില്ലാതെ വരുമ്പോൾ പലരും അപകടങ്ങളിൽ പെടുകയും ചിലർക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്ന ഇത് നമുക്ക് കാണാവുന്ന കാഴ്ചയാണ്. മരണത്തിന് ശേഷവും അവരുടെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ പലപ്പോഴും വളരെയേറെ പ്രയാസപ്പെടുന്ന കാര്യങ്ങളും ഞങ്ങൾ കണ്ടുവരുന്നതാണ്. അതുപോലെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയാൽ അവരെ നോക്കാൻ ആളില്ല. ഡോക്ടർമാരും നേഴ്സുമാരും പലപ്പോഴും അവരുടെ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ വരികയും അതിൻ്റെ ഭാഗമായി ചിലർക്കെങ്കിലും മരണം സംഭവിച്ച കാര്യങ്ങളും നമുക്ക് അറിവുള്ളതാണ്. അവരെ വേണ്ടത്ര ശുശ്രൂഷ നൽകാതെ തിരിച്ചുവിടുന്നതും ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. എന്താണ് രോഗമെന്ന് നിർണ്ണയിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് ഉചിതമായ മരുന്ന് ലഭിക്കാത്തതും അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അവരുടെ സാമ്പത്തികവും മറ്റു മേഖലകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവരെ ചൂഷണം ചെയ്യുന്ന പല കോൺട്രാക്ടർമാരും ഇടനിലക്കാരും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉചിതമായ ന്യായമായ ജോലിക്ക് ന്യായമായ ശമ്പളം കൊടുക്കാതെ പറഞ്ഞു പറ്റിക്കുന്ന കോൺട്രാക്ടർമാരും ഇതിനിടയിലുണ്ട്. അത്തരത്തിൽ പറ്റിക്കപ്പെട്ട് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ധാരാളം കേസുകളിൽ ഞങ്ങൾ ഇടപെടുകയും അവർക്ക് അർഹിക്കുന്ന വേതനം വാങ്ങിക്കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടെ ഓർക്കുന്നു. അങ്ങനെ ഈ മേഖലകളിൽ അവർക്ക് പലപ്പോഴും തൊഴിൽ മേഖലകളിൽ അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അർഹിക്കുന്ന വേതനം ലഭിക്കാതെ വരുമ്പോൾ അത് ഉപേക്ഷിച്ച് തിരികെ പോകേണ്ട അവസ്ഥകളും പലർക്കും ഉണ്ടാകുന്നുണ്ട്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയുന്നു, ഞങ്ങൾക്ക് കൂലി വേണം. അവസാന നിമിഷം വരെ അത് നീട്ടിക്കൊണ്ടുപോയി അവസാനം അവർക്ക് കൂലി കൊടുക്കാതെ പറഞ്ഞു വിടുന്ന സംഭവങ്ങളും ഇന്ന് പലയിടത്തും നടക്കുന്നുണ്ട്. അങ്ങനെ 1000-വും 10,000-വും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് തിരികെ പോകേണ്ടി വരുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ വിവാഹങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ പോകേണ്ട സാഹചര്യങ്ങളും അവർക്കുണ്ടാകുന്നുണ്ട്. ആ മേഖലകളിലൊക്കെ സർക്കാരിൻ്റെയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെയും വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ശ്രദ്ധിച്ച മേഖലകളെ വേണ്ടത്ര ഞങ്ങൾ അധികാരികളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അവരുടെ താമസ സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് മറ്റൊന്ന്. താമസിക്കുവാനായിട്ട് ഒരു ചെറിയ മുറിക്ക് അവർ കൊടുക്കേണ്ടി വരുന്ന വാടക വളരെ വലുതാണ്. 5,000-വും 10,000-വും ഒക്കെ രൂപ വാങ്ങിക്കൊണ്ടാണ് ഒരു ചെറിയ മുറി അവർക്കായിട്ട് വാടകയ്ക്ക് നൽകുന്നത്. ചിലയിടങ്ങളിൽ അത്തരത്തിലുള്ള ചെറിയ മുറികളിൽ 5-ഉം 10-ഉം പേര് ഒരുമിച്ച് താമസിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 5-ഉം 10-ഉം പേര് കൂട്ടമായിട്ട് താമസിക്കുമ്പോൾ അടുത്തടുത്തുള്ള മുറികളിലും ഇതുപോലെ തന്നെയാണ്.
അങ്ങനെ ഇവർക്കെല്ലാം കൂടെ ഉള്ളത് ഒന്നോ രണ്ടോ ശുചിമുറിയാണ് എന്നുള്ളതാണ് വളരെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം.